കോംപ്ലക്സ് നമ്പേഴ്സ്. എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്? ഇത് മെയിനായിട്ട് ഒരു ടൈപ്സ് ഓഫ് ഇക്വേഷൻ ശ്രദ്ധിക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എക്സ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് -1 എന്ന് വരും. അതിനെയാണ് നമ്മൾ ഐ എന്ന് പറയുന്നത്, ഇമാജിനറി നമ്പർ. ഓക്കെ, അതിനെ നമ്മളപ്പോൾ ഐ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഐ സ്ക്വയർ എത്ര വരും? -1. ഇതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷനിലാണ് എന്താണ് റിയൽ സൊല്യൂഷൻ ഇല്ല. ഓക്കെ, അതായത് ഐ സ്ക്വയർ -1 എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഐ സ്ക്വയർ പ്ലസ് 1ന്റെ വാല്യൂ എന്താകും? 0 ആകും. അതൊരു ഇക്വേഷൻ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അതായത് ഐ ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ഒരു റിയൽ സൊല്യൂഷൻ ഇല്ല. അതിന് എന്ത് സൊല്യൂഷനേ ഉള്ളൂ? ഒരു കോംപ്ലക്സ് സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു ടൈപ്സ് ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമാജിനറി നമ്പർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, എ നമ്പർ ഓഫ് ദ ഫോം എ പ്ലസ് ഐ ബി, എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്. ഓക്കെ, അതായത് 2 + 3i, -1 + i √3, 4 + i by -√l എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നമ്പറിനും ഒരു റിയൽ പാർട്ടും ഉണ്ട്, ഒരു ഇമാജിനറി പാർട്ടും ഉണ്ട്. അപ്പോൾ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 0 + 1i എന്ന് പറയുന്നതാണ് ഐ. അപ്പോൾ ഐ എന്ന് പറയുന്ന നമ്പറിൻ്റെ എന്തുണ്ട്? 0 ആണ് റിയൽ പാർട്ട്, 1 ആണ് ഇമാജിനറി പാർട്ട്. For the complex numbers z equal to a plus ib, a is called the real part denoted by rez and b is called the imaginary part denoted by imc. c ആണ് കോംപ്ലക്സ് നമ്പർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ c. c എന്ന് പറയുന്ന സിമ്പിളാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിന് ഉപയോഗിക്കുന്നത്. c is equal to 2 + i5. റിയൽ പാർട്ട് ഓഫ് c is 2, ഇമാജിനറി പാർട്ട് ഓഫ് c is 5. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് c1 ഈക്വൽ ടു എ പ്ലസ് ഐ ബി, c2 ഈക്വൽ ടു c പ്ലസ് ഐ ഡി ആർ ഈക്വൽ ഇഫ് എന്തായിരിക്കും? റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കണം. ഈ എയും ഈ സിയും ഈക്വൽ ആയിരിക്കണം, റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കണം, ഇമാജിനറി പാർട്ട് ഈക്വൽ ആയിരിക്കണം. എന്ന് പറയുന്നത് എന്താണ്? ബി ഈക്വൽ ടു ഡി. ഇതാണ് ജസ്റ്റ് ബേസിക് കോംപ്ലക്സ് നമ്പറിന്റെ ഒരു ഔട്ട്ലൈൻ. ഇഫ് 4x + i times 3x - y equal to 3 + i times -6, x and y are real numbers, then find the value of x and y. ഈ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യണം? 4x + i times 3x - y equal to 3 + i times -6 എന്നാണെങ്കിൽ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുക. 4x ഈക്വൽ ടു എന്തായിരിക്കും? 3. ഇവിടുത്തെ റിയൽ പാർട്ട് ഇവിടുത്തെ റിയൽ പാർട്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. സിമിലർലി ഇമാജിനറി പാർട്ട് 3x - y -6. 4x3 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 3/4. 3/4 എന്നുള്ള വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ വൈയുടെ വാല്യൂ എത്ര കിട്ടും? 33/4. ഇതുപോലെയാണ് നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യുന്നത്? സോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അതാണ് Z1 എന്ന് പറയുന്നത് a + ib, Z2 c + id, be any two complex numbers. സം എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല, റിയൽ പാർട്ടിന് ആഡ് ചെയ്യുക. ഈ എയും സിയും കൂടെ ആഡ് ചെയ്യുക. a + c ഇമാജിനറി പാർട്ട്, കാരണം ലൈക്ക് ടേംസ് ആഡ് ചെയ്യുക. i times b + t which is again a complex number. അതായത് 2 + 3i -6 + 5i ആഡ് ചെയ്ത് എത്ര കിട്ടും? 2 + -6 എത്ര കിട്ടും? -4 കിട്ടും. 3 + 5 8i എന്ന് കിട്ടും. Addition of complex numbers satisfy following property. എന്താണ്? ക്ലോഷർ ലോ. Sum of two complex number is a complex number. Z1 + Z2 is a complex number for all complex numbers. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പറിന് ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും. കമ്മ്യൂട്ടേറ്റീവിലോ Z1 + Z2 എന്ന് പറയുന്നത് എന്തായിരിക്കും? Z1 + Z2 എന്ന് പറയുന്നത് എന്തായിരിക്കും? Z2 + Z1. അടുത്ത അസോസിയേറ്റീവിലോ എന്തായിരിക്കും? Z1 + Z2 + Z3. ഓർഡർ മാറ്റേഴ്സ് അല്ല. Z1 + Z2 Z3 ആഡ് ചെയ്യുന്നതും Z1 + Z2 + Z3 ആഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും. ഓക്കെ, അടുത്ത എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. There exists a complex number is 0 + i0 called additive identity or the zero of a complex number. അതായത് എന്തായിരിക്കും? ഒരു 0 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, അതായത് ആ ഒരു നമ്പർ ഏതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതേ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. നമ്മുടെ 0ക്ക് ഇക്വലന്റ് ആണ്. ഒരു നമ്പറിൻ്റെ കൂട്ടത്തിൽ 0 ആഡ് ചെയ്താലും ഒരു എഫക്റ്റും വരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് അതിനെ നമ്മൾ അഡിറ്റീവ് ഐഡന്റിറ്റി. കാരണം എന്തുകൊണ്ടാണ്? ആ നമ്പർ ആഡ് ചെയ്താലും ഒരു എഫക്റ്റും ഇല്ല.
അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ടു എവറി കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി കോംപ്ലക്സ് നമ്പർ മൈനസ് എ മൈനസ് ഐ ബി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഇസഡ് എന്ന് പറയും. അതിന്റെ പ്രത്യേകത എന്താണ്? അഡിറ്റീവ് ഇൻവേഴ്സ്. ശ്രദ്ധിച്ചോണം, എന്താണ് അഡിറ്റീവ് ഇൻവേഴ്സ്? കാരണം ഇസഡ് പ്ലസ് മൈനസ് ഇസഡ് 0. ഓക്കെ, ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ മൈനസ് ആണ് എന്ന് പറയുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ്. കാരണം എന്തുകൊണ്ടാണ്? അതും അതിന്റെ മൈനസും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. 0 എന്താണ്? അഡിറ്റീവ് ഐഡന്റിറ്റി. ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ഗിവൺ ടു കോംപ്ലക്സ് നമ്പേഴ്സ് Z1 Z2 ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? Z1 മൈനസ് Z2 എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. Z1 പ്ലസ് മൈനസ് Z2 സബ്സ്ട്രാക്ഷൻ ഇല്ല. പകരം എന്തുകൊണ്ടാണ്? നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ 6 പ്ലസ് 3i മൈനസ് 2 മൈനസ് ഐ എന്ന് പറയുന്നത് എന്താണ്? 6 പ്ലസ് 3i പ്ലസ് മൈനസ് 2 പ്ലസ് ഐ എന്ത് ചെയ്യണം? ഇതിന്റെ മൈനസ് വെച്ച് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. 6 മൈനസ് 2 4 വരും. 3 പ്ലസ് 1 4i വരും. 2 മൈനസ് ഐ 6 മൈനസ് 3i 2 മൈനസ് 6 എത്ര വരും? മൈനസ് 4 വരും. മൈനസ് ഐ മൈനസ് 3i എത്ര വരും? മൈനസ് 4i വരും. അടുത്തതെന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പർ ആണ്. Z1 a plus ib Z2 c plus id any two complex numbers. Then the product Z1 Z2 എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല. ഓരോ ടേമിനെയും എന്ത് ചെയ്യാണ്? കറസ്പോണ്ടിങ് ടേംസിനെ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യാണ്. അതായത് എയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എ സി കിട്ടും. ബിയും ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എന്തായിരിക്കും? കാരണം എയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സി കിട്ടുന്നു. ഐ ബിയും ഐ ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ സ്ക്വയർ ബി ഡി കിട്ടുന്നു. ഐ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. അതുകൊണ്ട് മൈനസ് ബി ഡി കിട്ടുന്നു. അതാണ് അവിടെ മൈനസ് ബി ഡി കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാണ്? ഐ ബിയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഐ ഡിയും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഐ ഡിയും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഐ ടൈംസ് എ ഡി പ്ലസ് ബി സി. അതിന് എ ഡിയും ബി സിയും ഐ ടൈംസ് എന്നുള്ളൊരു ടൈം കിട്ടുന്നത്. എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുകയാണെങ്കിൽ 3 പ്ലസ് ഐ 5 ടൈംസ് 2 പ്ലസ് ഐ 6 എന്ന് പറയുന്നത് എത്ര കിട്ടും? 3 ടൈംസ് 2 6 കിട്ടും. പിന്നെ എന്തുകൊണ്ടാണ്? 5 ടൈംസ് 6 ഒരു ഐ സ്ക്വയർ വരും. അതുകൊണ്ടാണ് 5 ടൈംസ് 6 ഒരു മൈനസ് 1 വന്നിരിക്കുന്നത്. പിന്നെ എന്താണ്? ഐ ടൈംസ് ഐ ഉള്ള ടൈം 5 ടൈംസ് 2 5 ടൈംസ് 2 വന്നു. പിന്നെ ഈ ഐ ടൈംസ് 6 ടൈംസ് 3 ഐ ടൈംസ് 6 ടൈംസ് 3 കിട്ടി. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 24 പ്ലസ് ഐ 28 എന്നുള്ളൊരു ടൈം കിട്ടും. ഇത് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ എ പ്ലസ് ഐ ബി സി പ്ലസ് ഐ ഡി എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയായിരിക്കും ആദ്യത്തെ ടൈം വരുന്നത്? എ സി വരും പ്ലസ് എത്ര വരും? എ ഐ ഡിക്ക് വരും. നമുക്ക് ഓർഡർ എഴുതാം. ഐ ടൈംസ് എ ഡി വരും. ഐ ടൈംസ് ബി സി വരും. ഐ സ്ക്വയർ ടൈംസ് ബി ഡി വരും. ഓക്കെ, അതങ്ങ് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? എ സി പ്ലസ് ഐ ടൈംസ് എ ഡി പ്ലസ് ബി സി മൈനസ് 1 ടൈംസ് ബി ഡി എന്ന് കിട്ടും. എന്തുകൊണ്ടാണ്? ഐ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് 1 ആണ്. അത് വീണ്ടും ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ എത്ര കിട്ടും? എ സി മൈനസ് ബി ഡി അതായിരിക്കും റിയൽ പാർട്ടായിട്ട് വരുന്നത്. പ്ലസ് ഐ ടൈംസ് എ ഡി പ്ലസ് ബി സി. അത് തന്നെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ക്ലോഷർ ലോ. എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പർ ഈസ് എ കോംപ്ലക്സ് നമ്പർ. ശ്രദ്ധിച്ചോണം. ദ പ്രോഡക്റ്റ് Z1 ആൻഡ് Z2 ഈസ് എ കോംപ്ലക്സ് നമ്പർ. അതുപോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ എനി ടു കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ആൻഡ് Z2 Z1 ടൈംസ് Z2 എന്ന് പറയുന്നത് എന്തായിരിക്കും? Z2 ടൈംസ് Z1 ആയിരിക്കും. അതുപോലെ തന്നെ അസോസിയേറ്റീവ് ലോ ഫോർ എനി ടു ത്രീ കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ടൈംസ് Z2 ടൈംസ് Z3 എന്ന് പറയുന്നത് Z1 ടൈംസ് Z2 ടൈംസ് Z3 ഇക്വലന്റ് ആണ്. എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ദർ എക്സിസ്റ്റ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നതാണ് 1 പ്ലസ് ഐ ടൈം 0. ഇതിനെ 1 എന്ന് വിളിക്കും. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്തുകൊണ്ടാണ്? ആ 1 ഇട്ട് ഏത് കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും ഒരു മാറ്റവും വരില്ല. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത
existence of multiplicative inverse for every non-zero complex number a plus ib, a plus bi, a not equal to b0, there is a complex number. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു 1/0 z inverse. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് z ടൈംസ് 1/z നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. അതെന്തുകൊണ്ടാണ്? അതിപ്പോൾ 1/a plus ib എന്നൊരു ടേം ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ റാഷണലൈസ് ചെയ്യാൻ a മൈനസ് ib വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ന്യൂമറേറ്റർ എ മൈനസ് ഐ ബി എന്ന് കിട്ടും. ഡിനോമിനേറ്റർ എത്ര കിട്ടും? എ സ്ക്വയർ മൈനസ് ഐ ബി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ മൈനസ് ഐ ബി ബൈ എ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ബി സ്ക്വയർ എന്ന് കിട്ടും. സോ എ മൈനസ് ഐ ബി ബൈ എ സ്ക്വയർ പ്ലസ് 1, കാരണം ഐ സ്ക്വയർ മൈനസ് 1 ആണ്, പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. എന്തുകൊണ്ടാണ്? ഐ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? -1 ആണ്. ആ -1ഉം ഈ -1ഉം കൂടെ ചേർന്ന് എന്താകും? പ്ലസ് സൈൻ ആകും. അതിനെയാണ് അവർ, അതുകൊണ്ടാണ് ആ ഒരു ടേമിന് വരാണ് ഇവിടെ നോക്കിയിട്ട് എന്താണ് എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നോക്കണം. എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഐ ടൈംസ് നോക്കണം മൈനസ് ബി, എന്താണ് ബി നെഗറ്റീവ് ആണ്, മൈനസ് ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കും. അപ്പം ഒരു ഇസർ ഉണ്ടായി പ്രത്യേകിച്ചൊന്നുമില്ല, 1/a plus ib. അതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഇത്രയും വലിയ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1/a plus ib ആണ്. 1 plus a plus ib, അത് 1/a plus ib ആണെങ്കിൽ ആ രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് എത്ര കിട്ടും? 1 കിട്ടും. അതിനെ റാഷണലൈസ് ചെയ്യുന്നതാണ്, അതായത് ഡിനോമിനേറ്റർ കോംപ്ലക്സ് നമ്പർ വരുന്നത് ശരിയല്ല, അതുകൊണ്ട് a മൈനസ് ib വെച്ച് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ബേസിക് a പ്ലസ് ബി ടൈംസ് a പ്ലസ് ബി ടൈംസ് a പ്ലസ് സി ഫോർമുല അപ്ലൈ ചെയ്തതാണ്. അതായത് a പ്ലസ് ബി ടൈംസ് a മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമുലയാണ് നോക്കുക. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ ഐ സ്ക്വയർ കയറി വരുന്നുണ്ട്, ആ സൈൻ എന്താകും? പ്ലസ് ആകും. അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള എന്ത് കിട്ടും? ഒരു എക്സ്പ്രഷൻ കിട്ടും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടീവിലോ z1 ടൈംസ് z2 പ്ലസ് z3 എന്ന് പറയുന്നത് എന്തായിരിക്കും? മൾട്ടിപ്ലൈ ചെയ്യുക z1 ടൈംസ് z2 പ്ലസ് z1 ടൈംസ് z3, z1 പ്ലസ് z2 ടൈംസ് z3, z1 ടൈംസ് z3 പ്ലസ് z2 ടൈംസ് z3 എന്ന് പറയാം. ഡിവിഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. z1 z2 എന്ന് പറയുന്ന രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നിരിക്കുന്നു. z1 ബൈ z2 എന്ന് പറയുന്നത് എന്താണ്? z1 ബൈ z2 എന്ന് പറയുന്നത് z1 ടൈംസ് 1 ബൈ z2 ആണ്. z1 6 പ്ലസ് 3i, z2 2 മൈനസ് ഐ ആണ്. z1 ബൈ z2 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 3i ടൈംസ് 1 ബൈ 2 മൈനസ് ഐ ആണ്. ഓക്കെ, നമുക്കറിയാം 1 ബൈ 2 മൈനസ് ഐ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ 2 മൈനസ് ഐ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നതാണ്? റാഷണലൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ 1 ബൈ എ പ്ലസ് ഐ ബി എന്താണ് നമ്മൾ ജസ്റ്റ് ഡിറൈവ് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ബി ഐ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതേ ഐഡിയാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, നോക്കുക. ഈ ഒരു കേസിൽ എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ -1. അതേ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. എയുടെ വാല്യൂ 2, ഇവിടെ 2, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇവിടെ അതുപോലെ തന്നെ. ഓക്കെ, നൗ അതപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 2 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഏതാണ്? 2 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 5. അപ്പം 1 ബൈ ഇസഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? റാഷണലൈസ് ചെയ്തു. അതെങ്ങനെയാണ്? 1 ബൈ 2 മൈനസ് ഐ ചെയ്യുന്ന ശ്രദ്ധിച്ചോണം. ഒരു 2 പ്ലസ് ഐ ഇട്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ന്യൂമറേറ്റർ 2 പ്ലസ് ഐ ആയിട്ട് മാറും. ഡിനോമിനേറ്റർ എന്താകും? 2 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ വരും. 2 പ്ലസ് ഐ ബൈ 2 സ്ക്വയർ മൈനസ് ഐ സ്ക്വയറിന് ഒരു -1. ഇങ്ങനെ ചെയ്താൽ മതി, ഫോർമുല ബൈ ഹാർട്ട് പഠിക്കുന്നതിന് പകരം. സോ 2 പ്ലസ് ഐ ബൈ 5 എന്ന് വരും. ഇനി ഇതെന്ത് ചെയ്താൽ മതി? 6 ടൈംസ് 2 പഴയ പോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ. 6 ടൈംസ് 2 എത്ര കിട്ടും? 12 കിട്ടും. ഓക്കെ, ആ 1/5 വെളിയിൽ വന്നു. പിന്നെ അതുപോലെ തന്നെ എത്രയാണ്? 3 ടൈംസ് ഐ -3 കിട്ടും. അതാണ് ഇവിടെ -3 കിട്ടിയത്. പിന്നെ ബാക്കിയുള്ള ടൈം എത്രയാണ്? 6 ടൈംസ് ഐ 6 കിട്ടും.
3 ടൈംസ് ഐ, 3 ടൈംസ് ഐ അല്ല 3 ടൈംസ് 2i, 3i ടൈംസ് 2, അതും 6 കിട്ടും. നമുക്കിങ്ങനെ എന്ത് ചെയ്യും, സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ഡിവിഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പർ എന്ത് ചെയ്യുന്നത്. പവേഴ്സ് ഓഫ് ഐ. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഐ എന്ന് പറയുന്നത് എന്താണ്, ഐ ഈസ് ഈക്വൽ ടു റൂട്ട് -1. അങ്ങനെയാണ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, -1. ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം പ്രൂവ് ചെയ്യുന്നത്. ഐ ക്യൂബിന് വരെ ഐ സ്ക്വയർ ടൈംസ് ഐ എന്ന് എഴുതാം. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ -1 ടൈംസ് ഐക്ക് വരെ -i എന്ന് എഴുതാം. അതുപോലെ ഐ റൈസ് ടു 4 എന്ന് പറയുന്നത് എത്രയാണ്, ഐ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്, -1 ഹോൾ സ്ക്വയർ ആണ്, 1 കിട്ടും. അപ്പോൾ ഐ റൈസ് ടു 4 എത്തുമ്പോഴത്തേക്ക് സൈക്കിൾ പൂർത്തിയാകും, നമുക്ക് 1 കിട്ടും. ഐ റൈസ് ടു 5 വന്നാൽ ഐ സ്ക്വയർ ഹോൾ സ്ക്വയർ ടൈംസ് ഐ എന്ന് എഴുതാം. ഐ സ്ക്വയർ ഹോൾ സ്ക്വയർ, അതായത് നമുക്ക് ഓൾറെഡി ഐ റൈസ് ടു 4 1 ആണെന്ന് എഴുതാം, അതിനൊരു ഐ എന്ന് എഴുതാം. ഐ റൈസ് ടു 6, അപ്പോൾ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ചെയ്യണം. ഐ റൈസ് ടു 6 വരെ നമുക്ക് എന്തെന്ന് എഴുതാം, ഐ റൈസ് ടു 4 ടൈംസ് ഐ സ്ക്വയർ എന്ന് എഴുതാം, 1 ടൈംസ് -1 എന്ന് എഴുതാം. അതുകൊണ്ട് നമുക്ക് എത്ര കിട്ടും, -1 എന്ന് കിട്ടും. അപ്പം 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട്, അതായത് 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഏത് വന്നാൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 1 ആയിരിക്കും. 4ന്റെ മൾട്ടിപ്പിൾ +1 എന്നുള്ള രീതി വന്നാൽ 4ന്റെ മൾട്ടിപ്പിൾ 1 ആകും, മിച്ചമുള്ളത് എന്താകും, ഐ ആയിട്ട് മാറും. ഒരു 4ന്റെ മൾട്ടിപ്പിൾ +2 എന്നുള്ളൊരു പവർ ആയിട്ട് വന്നാൽ അത് എന്ത് വരും, ഐ റേസ് ടു 4k 1 ആകും, ഐ സ്ക്വയർ വരും, -1 വരും. 4ന്റെ മൾട്ടിപ്പിൾ +3 ആയിട്ട് വന്നാൽ എന്ത് സംഭവിക്കും, ഇത് 1 ആകും, മിച്ചമുള്ളത് എന്താകും, ഐ ആയിട്ട് മാറും. അതായത് ഐ റേസ് ടു 8 എന്ന് പറയുന്നത് എത്ര കിട്ടും, ഐ റേസ് ടു 4 ടൈംസ് ഐ റേസ് ടു 4 1 എന്ന് എഴുതാം. പക്ഷെ നേരെ മറിച്ച് ഐ റേസ് ടു 9 വരെ എന്തെന്ന് എഴുതാം, ഐ റേസ് ടു 8 ടൈംസ് ഐ എന്ന് എഴുതും. ഇവഞ്ചലി ഇത് എന്താകും, ഐ ആയിട്ട് മാറും. അതാണ് ഏത് തിയറം, സെക്കൻഡ് തിയറം പറയുന്നത്. സിമിലർലി ഐ റേസ് ടു 10 എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം, ഐ റേസ് ടു 8 ടൈംസ് ഐ സ്ക്വയർ എന്ന് എഴുതാം. 1 ടൈംസ് ഐ സ്ക്വയർ എത്ര വരും, -1 വരും. അതാണ് തേർഡിന് ഉപയോഗിച്ചിരിക്കുന്ന തിയറം. ഇനി ഐ റേസ് ടു 11 എത്ര വരും, ഐ റേസ് ടു 11 പകരം ഐ റേസ് ടു 8 ഐ ക്യൂബ് എന്ന് എഴുതാം. സോ 1 ടൈംസ് ഐ ക്യൂബ് നമുക്കറിയാം -i ആണെന്ന്, അതിന് വരെ നമുക്ക് എത്രയെന്ന് കിട്ടും, -i എന്ന് കിട്ടും. അതുപോലെ ഐ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/i എന്ന് എഴുതാം. ഐ വെച്ച് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യും ചെയ്യുക, ഡിനോമിനേറ്റർ -1 വരും, ന്യൂമറേറ്റർ ഐ ആകും, -i ആകും. ഐ റേസ് ടു -2 വരെ 1/i സ്ക്വയർ എന്ന് എഴുതാം, 1/-1 എന്ന് എഴുതാം, -1 എന്ന് എഴുതാം. ഐ റേസ് ടു -3 വരെ 1/i ക്യൂബ് എന്ന് എഴുതാം. ഒരു ഐ വെച്ച് മൾട്ടിപ്ലൈ ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ -i ആണ്, ഒരു ഐ വെച്ച് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു, ഡിനോമിനേറ്റർ 1 വരും, കാരണം -i സ്ക്വയർ ആണ്, ഐ ആയിട്ട് മാറും. ഐ റേസ് ടു -4 എന്ന് പറഞ്ഞാൽ 1/i റേസ് ടു 4 1/1 എന്ന് എഴുതാം, 1 എന്ന് എഴുതാം. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഐയുടെ പവറിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. നമുക്കറിയാം ഐ സ്ക്വയർ -1 -i ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടും, നമുക്കപ്പം ഐ സ്ക്വയർ -1 എന്ന് കിട്ടി. അതുപോലെ -i സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും, ഐ സ്ക്വയർ തന്നെ കിട്ടും. കാരണം എന്താണ്, -1 ക്യാൻസൽ ആയി പോവും. നമുക്ക് -1 സ്ക്വയർ ഐ സ്ക്വയർ വരും, ഐ സ്ക്വയർ മാത്രം വരും, -1 ആകും. സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, +or-i ആണ്. അത് ശ്രദ്ധിക്കണം ഏതാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് -1 +iയും -iയും. എന്തുകൊണ്ടാണ്, ഐയെ സ്ക്വയർ ചെയ്താൽ -1 കിട്ടും, -iയെയും സ്ക്വയർ ചെയ്താൽ -1 കിട്ടും. ദ സിമ്പിൾ -1 വി വിഡ് മീൻ ഉള്ളി ഏതായിരിക്കും, ഐ ആയിരിക്കും. I and -i both are solution of the equation x square plus 1. ഓക്കെ, അതുപോലെ തന്നെ √3i സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, √3 സ്ക്വയർ ടൈംസ് ഐ സ്ക്വയർ എന്ന് എഴുതാം, 3 ടൈംസ് -1 എന്ന് എഴുതാം, -3 എന്ന് എഴുതാം. -√3i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -√3 സ്ക്വയർ ടൈംസ് ഐ സ്ക്വയർ എന്ന് എഴുതാം. അത് എത്ര തന്നെയാണ്, അത് 3 ടൈംസ് -1 എന്ന് വരും. സോ എത്ര കിട്ടും, -3 കിട്ടും. ഓക്കെ, സോ അപ്പം നമുക്ക് എന്ത് എഴുതാം, സ്ക്വയർ റൂട്ട് ഓഫ് -3 അപ്പം ഏതൊക്കെയാണ്, അപ്പം ഇതിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, സ്ക്വയർ റൂട്ട് ഓഫ് -3 എന്ന് പറയുന്നത് √3iയും -√3iയും. എന്തുകൊണ്ടാണ്,
പ്രീവിയസ് പേജിലുള്ള 2 കേസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. ശ്രദ്ധിക്കുക. അതായത് √3a സ്ക്വയർ എടുത്തപ്പോഴും -3 കിട്ടി, -√3a സ്ക്വയർ എടുത്തപ്പോഴും -3 കിട്ടി. സോ സ്ക്വയർ റൂട്ട് ഓഫ് -3 √3aയും -√3aയും ആണ്. ഓക്കെ, -√3 മീൻ ടു റെപ്രസെന്റ് √3a ഉള്ളി. റൂട്ട് ഓഫ് -3 എന്ന് പറയുന്നത് എന്തായിരിക്കും, √3i ആയിരിക്കും. ഓക്കെ, പക്ഷേ -3യുടെ സ്ക്വയർ റൂട്ട് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ √3aയും -√3a എന്ന് എഴുതാം. ഓക്കെ, ജനറലി ഇഫ് a is a positive real number, റൂട്ട് മൈനസ് എന്ന് പറഞ്ഞാൽ √a ടൈംസ് √a എന്ന് എഴുതാം, √a ടൈംസ് i എന്ന് എഴുതാം. വി ഓൾറെഡി നോ ദാറ്റ് √a ടൈംസ് √ab ആയിരിക്കും പോസിറ്റീവ് റിയൽ നമ്പർ a and b. ദിസ് റിസൾട്ട് ഓൾസോ ഹോൾഡ് ട്രൂ either when a greater than 0, b less than 0, a less than 0 and b less than 0. പക്ഷേ എയും ബിയും ലെസ് ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും, ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്, രണ്ടും ഇമാജിനറി നമ്പർ ആണ്. കാരണം √a ടൈംസ് √b √ab എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു കേസ് ശ്രദ്ധിക്കുക, a ഗ്രേറ്റർ ദാൻ 0, b ലെസ് ദാൻ 0. അതായത് √3 √-2 ഇനി വരെ നമുക്ക് √-6 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ √-3 √2 വീണ്ടും -6 എന്ന് എഴുതാം. പക്ഷേ √-3 √-2 പകരം നമുക്ക് √6 എന്ന് എഴുതത്തില്ല. അത് തെറ്റാണ്. കാരണം എന്തുകൊണ്ടാണ്, അവിടെ അത് ശരിക്കും വരുന്നു കഴിഞ്ഞാൽ സിംപ്ലിഫൈഡ് ആകുമ്പോൾ എത്ര കിട്ടും, ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കുള്ള ആൻസർ 3i √3i ടൈംസ് √2i എന്ന് പറയുന്നതാണ്. സോ √6i² എന്ന് വരും -√6. അതാണ് കറക്റ്റ് ആൻസർ. ബാക്കി എല്ലാത്തിടത്തും അത് പ്രോപ്പറായിട്ട് എന്താകും, ഹോൾഡ് ആകും. രണ്ടും ലെസ് ദാൻ 0 ആണെങ്കിൽ തീറ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യില്ല. കാരണം എന്താണ്, ഇതും കോംപ്ലക്സ് നമ്പറാണ്, ഇതും കോംപ്ലക്സ് നമ്പറാണ്, ഇത് റിയൽ നമ്പർ കിട്ടും, ഒരിക്കലും പോസിബിൾ അല്ല. ഓക്കെ, i² എന്ന് പറഞ്ഞാൽ √-1 ടൈം √-1 √-1 ടൈം -1. ഓക്കെ, നൗ ഇവിടെ അത് ഒരിക്കലും എന്തല്ല. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ √ab ടൈം √ab. ഓക്കെ, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഒരിക്കലും എന്താവില്ല, മാച്ച് ആവില്ല. കാരണം എന്തുകൊണ്ടാണ്, ലെഫ്റ്റ് സൈഡിലെ ഈ വാല്യൂ 1 ആണ്, റൈറ്റ് സൈഡിലെ വാല്യൂ -1 ആണ്. മാത്തമാറ്റിക്കലി എന്തല്ല, i² -1 എന്നുള്ളതിന് എന്താണ്, കോൺട്രഡിക്ടറി ആണ്. കാരണം നമുക്ക് i² -1 ആണെന്ന് പറയാം, പക്ഷേ ഇവിടെ i² 1 ആണെന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് മാത്തമാറ്റിക്കലി ഇഫ് ബോത്ത് a and b ആർ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്, a and b ആർ 0, അതെന്തായിരിക്കും, ആപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ z1 + z2² z1² + z2² + 2z1 z2, അത് നമ്മുടെ എന്താണ്, ബേസിക്കലി a + b² ഇക്വലന്റ് ആയിട്ട് കോംപ്ലക്സ് നമ്പറിലെ ഫോർമുലയാണ്. ഓക്കെ, ഇപ്പോൾ പറയുവാണെങ്കിൽ z1 + z2² z1 + z2 ടൈംസ് z1 + z2 എന്ന് എഴുതുക. പിന്നെ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ടീവിലോ z1 + z2 ടൈംസ് z1 z1 + z2 ടൈംസ് z2. എന്തുകൊണ്ടാണ്, ഇവിടെ z1 + z2 എന്നുള്ള ടൈമിനെ ഞാൻ കീപ്പ് ചെയ്തു, എന്നിട്ട് ഓരോന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. z1² z2 z1 z1 z2 z2², z1 z2 z2 z1 ഐഡന്റിക്കൽ ആണ്. അതുകൊണ്ട് z1² + 2z1 z2 + z2² എന്ന് എഴുതാം. z1 - z2² z1² - 2z1 z2 + z2². ഇതെല്ലാം നമ്മുടെ ഏത് ഫോർമുലയ്ക്ക് ഇക്വലന്റ് ആണ്, a - b² ഫോർമുല a² - 2ab + b² എന്താണ്, ഇക്വലന്റ് ആണ്. ഇതെന്ന് പറയുന്നത് a + b² ഫോർമുല a² + 2ab + b² എന്താണ്, ഇക്വലന്റ് ആണ്. സിമിലർലി z1 + z2³ ഒരു എന്ത് എഴുതാം, z1³ 3z1² z2 + 3z1 z2² + z2³ നമ്മുടെ a + b² ഇക്വലന്റ് ആണ്.
m z1 minus z2 whole cube z1 cube minus z1 square z2 plus 3 z1 z2 square minus z2 cube a minus b whole cube equivalent ആണ്. ഈ ഒരു ഫോർമുല ഏതിന് ഇക്വലന്റ് ആണ്? a plus b whole cube a cube 3a square b 3ab square plus b cube. Similarly, z1 square minus z2 square z1 plus z2 times z minus z2. Okay, many other identity which are true for real numbers can be proved to be true for complex numbers. Okay, അടുത്തത് മോഡുലസ് ആൻഡ് ദി കോഞ്ചുഗേറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ടൈമാണ് മോഡുലസ് ആൻഡ് ദി കോഞ്ചുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. എന്താണ്? രണ്ട് ഇമ്പോർട്ടൻ്റ് ടൈമാണ്. അപ്പം z പ്ലസ് എ ബൈ ബി കോംപ്ലക്സ് നമ്പർ, ദെൻ ദ മോഡുലസ് ഇസ് ഡിനോട്ടഡ് ബൈ എന്താണ്? root of a square plus b square. Modulus of z is equal to root of a square plus b square. അവിടെ മോഡുലസിന്റെ മീനിങ് എന്താണ്? എനിക്ക് ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് a പ്ലസ് ഐ ബി. നമ്മുടെ നമ്പർ പ്ലെയിൻ വരയ്ക്കുകയാണ്. അതായത് 3 പ്ലസ് 4i. ഇത് 3 ആയിരിക്കും, ഇത് 4 ആയിരിക്കും. അവിടെ 3 പ്ലസ് 4 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒറിജിനിൽ നിന്നുള്ള എന്തായിരിക്കും? ഡിസ്റ്റൻസ് ആയിരിക്കും. അതിനെയാണ് നമ്മളവിടെ എന്തുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? മോഡുലസ്. അതിന് എയും ബിയും ആണെങ്കിൽ എത്ര സംഭവിക്കും? പൈതഗോറസ് തിയറം അനുസരിച്ച് ഇത് എയും ബിയും ആണെങ്കിൽ എത്ര സംഭവിക്കും? ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പം ആർ എന്ന് പറയുന്നത് എത്ര കിട്ടും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പം എ പ്ലസ് ഐ ബി ഇസ് എ കോംപ്ലക്സ് നമ്പർ. മോഡുലസ് ഇസ് ഡിനോട്ടഡ് ബൈ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ. അതായത് ആ ഡിസ്റ്റൻസ് ആണ്. അതിനെ നമ്മൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതിനെ മോഡ് ഇസഡ് എന്ന് പറയും. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആൻഡ് കോഞ്ചുഗേറ്റ് ഇപ്പം നമ്മൾ മോഡ് ഇസഡ് ബാർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എ മൈനസ് ഐ ബി ആണ് എൻ്റെ കോഞ്ചുഗേറ്റ്. ഇസഡ് ബാർ ഈസ് ഈക്വൽ ടു എ മൈനസ് ഐ ബി. സോ 3 പ്ലസ് ഐയുടെ മോഡുലസ് എത്ര കിട്ടും? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 1 റൂട്ട് 10 കിട്ടും. മോഡുലസ് ഓഫ് 2 മൈനസ് 5 എത്ര കിട്ടും? റൂട്ട് 2 സ്ക്വയർ പ്ലസ് മൈനസ് 5 ഹോൾ സ്ക്വയർ റൂട്ട് 29 കിട്ടും. 3 പ്ലസ് ഐ ബാർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ 3 മൈനസ് ഐ. എന്തുകൊണ്ടാണ്? 3 പ്ലസ് ഐയുടെ കോഞ്ചുഗേറ്റ്. കോഞ്ചുഗേറ്റ് ആണ് ബാർ കൊണ്ട് ഉദ്ദേശിച്ചത്. 3 മൈനസ് ഐ. 2 മൈനസ് 5യുടെ കോഞ്ചുഗേറ്റ് 2 പ്ലസ് 5i. മൈനസ് 3i മൈനസ് 5ന്റെ കോഞ്ചുഗേറ്റ് ഇത് പ്ലസ് ആകും. 3i മൈനസ് 5. റിയൽ പാർട്ടിനൊരു മാറ്റവും വരികയില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇസഡ് ഇൻവേഴ്സ് 1/a പ്ലസ് ഐ ബി റീഅറേഞ്ച് ചെയ്യുന്ന രീതിയിലാക്കി അതിന് എ മൈനസ് ഐ ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അതിന് പകരം ഇസഡ് ബാർ, ന്യൂമറേറ്റർ ഇസഡ് ബാർ എന്തിനെ മോഡ് ഇസഡ് സ്ക്വയർ എന്ന് വിളിക്കാം. കാരണം എന്തുകൊണ്ടാണ്? മോഡ് ഇസഡ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെങ്കിൽ മോഡ് ഇസഡ് സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. അതിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ. ഓക്കെ, സോ അപ്പം നമുക്ക് അങ്ങനെ എഴുതാം 1/z is equal to z bar by mod z square. ഇതിനെ റീഅറേഞ്ച് ചെയ്ത z bar is equal to modulus of z square എന്ന് എഴുതാം. ഇതൊക്കെ കോംപ്ലക്സ് നമ്പറിന്റെ ബേസിക് ആയിട്ടുള്ള എന്താണ്? പ്രോപ്പർട്ടീസ് ആണ്.